കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇന്ന് അനേകർക്ക് കാണുവാൻ കഴിയുന്നില്ല. വിശുദ്ധന്മാരെ, അതുകൊണ്ട് അവർ ഇന്ന് ക്രിസ്തുവിനെ രക്ഷകനായി മാത്രം പ്രസംഗിച്ച് രക്ഷയിൽ മാത്രം അവരുടെ പ്രസംഗത്തെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പ്രാസംഗികർ ഇങ്ങനെ ക്രിസ്തുവിനെ പരിമിതപ്പെടുത്തുന്നു. ദൈവവചനത്തിൽ നാം കാണുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തനായ ഒരു യേശുവിനെക്കുറിച്ച് അവർ പ്രസംഗിക്കുന്നു. ഈ ഉന്നതനായ മഹത്വത്തിൻ്റെ രാജാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. ഇന്ന് ദൈവത്തിന് തൻ്റെ പാത്രങ്ങളുണ്ട്. ഈ സമയത്ത് ഈ ഭൂമിയിൽ താൻ ആ പാത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവിനെയും തൻ്റെ ഉദ്ദേശത്തെയും നാം കാണുന്നുവെങ്കിൽ അത് നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ പ്രവൃത്തി ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയൂ. നമ്മുടെ ജീവിതവും ഹൃദയവും തുറന്നു കൊടുക്കുമ്പോൾ താൻ അത് ചെയ്യുവാൻ ഒരുക്കമുള്ളവനുമാണ്. ദൈവം ഒരുക്കുന്ന ഈ പാത്രത്തിൻ്റെ ഭാഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും നമ്മിൽ പ്രവർത്തിക്കും. അതിന് 2 കാര്യങ്ങൾ അനിവാര്യമാണ്. പ്രഥമമായി കർത്താവിൻ്റെയും തൻ്റെ ഉദ്ദേശത്തിൻ്റെയും ദർശനവും തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയും ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദിവസങ്ങളിൽ നാം കർത്താവിനെ കാണുകയും ആ ദർശനത്താൽ ഭരിക്കപ്പെടുന്ന ജീവിതം നയിക്കുകയും ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുകയും ആ ജീവൻ പ്രവഹിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. തുടർന്ന് ചില കാര്യങ്ങൾ കൂടി ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് നോക്കാം. തുടർന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈ ഒരു വലിയ ഭാരത്തോടെയാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജഡത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്ന് യെശയ്യാവ് പറയുന്നത് നാം കാണുന്നു. ഞാൻ നശിച്ചു എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. തുടർന്ന് ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നുവെന്ന് താൻ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ കണ്ണുകൾ കണ്ടു എന്ന് താൻ പറയുന്നത് ശ്രദ്ധേയമാണ്. താൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും ദർശിച്ചപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്ന് നിലവിളിച്ചു പറഞ്ഞു. തുടർന്ന് 7-ാം വാക്യത്തിൽ അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നാം കാണുന്നു. അടുത്ത വാക്യത്തിൽ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് വായിക്കുന്നു. തുടർന്ന് 9-ാം വാക്യത്തിൽ അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല എന്ന ദൈവത്തിൻ്റെ പ്രതികരണവും നാം കാണുന്നു. ഈ 3 വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ ശ്രദ്ധേയമാണ്. അവ അയ്യോ, ഓ, ഇതാ, ലോ, ചെന്നു, ഗോ എന്ന പദങ്ങളാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നായിരുന്നു യെശയ്യാവിൻ്റെ പ്രതികരണം. അതിന് മറുപടിയായി നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുമില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അയ്യോ, ഓ, ഇതാ, ലോ, ചെന്നു, ഗോ 3 പദങ്ങൾ തന്നെ ഒരു വലിയ സന്ദേശം ഉള്ളടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധന്മാരെ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറന്നു കൊടുക്കാം. ദൈവം നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ആത്മാവിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും സംഭവിക്കും. ഇസ്രായേലിന്
ഒരു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്താതെ അവനായിട്ട് നമുക്ക് നമ്മെ തന്നെ തുറന്നു കൊടുക്കാം. യെശയ്യാവ് 6-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വീണ്ടും നോക്കാം. കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്ന് യെശയ്യാവ് നിലവിളിച്ചു. തൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ അയോഗ്യതയെ താൻ മനസ്സിലാക്കി. താൻ എന്താണെന്നും തന്നിൽ എന്താണുള്ളതെന്നും താൻ ഗ്രഹിച്ചു. തനിക്ക് തൻ്റെ സ്വന്തം അവസ്ഥ മനസ്സിലായത് ആ സമയത്താണ്. ഉസ്സിയാവ് ഒരു കുഷ്ഠരോഗിയായി മാറിയ കാലം മുതൽ ന്യായപ്രമാണം അനുസരിച്ച് താൻ ഒരു അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. കർത്താവിനെ കണ്ട യെശയ്യാവ് തൻ്റെ ആത്മീയ കുഷ്ഠരോഗത്തെ കണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നുവെന്ന് നിലവിളിച്ചു. തൻ്റെ ആത്മീയ അവസ്ഥ ഉസ്സിയാവിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് യെശയ്യാവ് മനസ്സിലാക്കി. അവൻ തന്നെയും തൻ്റെ പൂർണ്ണ അയോഗ്യതയും കണ്ടു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇത് കാണുന്നു. എന്നിൽ എന്നുവെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. തുടർന്ന് 24-ാം വാക്യത്തിൽ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന തൻ്റെ നിലവിളി നാം കാണുന്നു. യെശയ്യാവിനെ പോലെ പൗലോസും തൻ്റെ പൂർണ്ണ അയോഗ്യതയെ കണ്ടു. തൻ്റെ യഥാർത്ഥ അവസ്ഥയെ ആഴത്തിൽ താൻ കണ്ടു. വിശുദ്ധന്മാരെ, ഈ സിംഹാസനത്തെയും സിംഹാസനത്തിലുള്ളവനെയും നാം കാണുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലും അത് സംഭവിക്കും. നമ്മൾ മറ്റുള്ളവരെ കാണുന്നതിലും ഉപരിയായി നമ്മളെ തന്നെ കാണുവാൻ തുടങ്ങും. യെശയ്യാവിൻ്റെയും പൗലോസിൻ്റെയും നിലവിളി നമ്മുടെയും നിലവിളിയായി മാറും. വിശുദ്ധന്മാരെ, നാം സംതൃപ്തിയുടെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. നമ്മുടെ സംവേദനാക്ഷമതയുടെ അഭാവവും ദൈവത്തിൽ നിന്നുള്ള അകലവും അപ്പോൾ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയൂ. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.